Hello friends, welcome back to my channel. എഡിറ്റിങ്ങിനായിട്ട് നമ്മൾ പല ആപ്പുകളും ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. ഇപ്പം യൂട്യൂബേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പലപ്പോഴും പല വീഡിയോസും എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് ഇതേപോലെയുള്ള ആപ്പുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. ഇൻഷോട്ട് എന്നുള്ള ആപ്പിൽ എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ആ വീഡിയോ കാണാത്തവർ എത്രയും പെട്ടെന്ന് ആ ഒരു വീഡിയോ കാണുക. നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. ഇനി ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് ആ ഒരു വീഡിയോയിൽ നമുക്ക് വരുന്ന വാട്ടർമാർക്ക് ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. നമുക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ് ഈ ഒരു വാട്ടർമാർക്ക് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. അതൊരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. കാരണം നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് സൈഡിൽ ഒരു വാട്ടർമാർക്ക് കാണിക്കുമ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ആണ്. കൂടാതെ നമ്മുടെ ചാനലിൻ്റെ പേരോ എന്തെങ്കിലും നമ്മളവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു വാട്ടർമാർക്ക് കാരണം ഹൈഡ് ചെയ്യപ്പെടും. അപ്പോൾ അതിനേക്കാളും നല്ലത് നമുക്ക് ആ ഒരു വാട്ടർമാർക്ക് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു വാട്ടർമാർക്ക് ഡിലീറ്റ് ചെയ്യാനുള്ളൊരു വഴിയാണ് ഞാൻ പറയുന്നത്. പലർക്കും അറിയുന്നതായിരിക്കും, എന്നാൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരപ്രദമായിക്കോട്ടെ എന്നുള്ളതിലാണ് ഞാനിത് ചെയ്യുന്നത്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത്, ഈ ഒരു വാട്ടർമാർക്ക് ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പലരും ചോദിച്ചു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പുതിയതായിട്ടൊക്കെ യൂട്യൂബിലേക്ക് വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ടുള്ള പുതിയ യൂട്യൂബേഴ്സിന് ഇതൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ തന്നെയായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. വളരെ ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ഇൻഷോട്ട് എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിലൊരു വീഡിയോ എടുത്ത് നോക്കാം. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാം ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇൻഷോട്ട് എന്നുള്ളത് വാട്ടർമാർക്ക് അവിടെ കാണിക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ഒരു ഇൻറ്റു മാർക്ക് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാം. ഇൻഷോട്ട് എന്നുള്ളത് അവസാനിക്കുന്ന സ്ഥലത്ത് നമുക്കൊരു ഇൻറ്റു മാർക്ക് കാണാം. ആ ഇൻറ്റു മാർക്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കാണുന്ന റിമൂവ് വാട്ടർമാർക്ക് ആൻഡ് ആഡ്സ് എന്നാണ്. ഫസ്റ്റ് വൺ ഇൻഷോട്ട് പ്രോ ആണ്. അടുത്തത് റിമൂവ് പെർമനൻ്റ്ലി എന്ന് കാണാം. ആ റിമൂവ് പെർമനൻ്റ്ലി എന്നുള്ളതിന് 190 റുപ്പീസ് നമ്മൾ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് പലപ്പോഴും പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഫ്രീ റിമൂവ് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഫ്രീ റിമൂവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ആഡ് വന്നതായിട്ട് കാണാം. ഇപ്പോൾ അജിയോൻ്റെ ഒരു ആഡ് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ആഡ് നമ്മൾ മുകളിൽ കാണുന്ന ആ ഒരു ആ ഒരു ഇൻറ്റു മാർക്കിൽ ക്ലിക്ക് ചെയ്യാതെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണുക. നമ്മളിതിൽ സ്കിപ്പ് ചെയ്ത് പോകാൻ പാടില്ല. അപ്പം ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ കഴിഞ്ഞു. അതിനുശേഷം മാത്രം നമുക്ക് മുകളിലുള്ള ആ ഒരു ഇൻറ്റു മാർക്കിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് കാണാം. നമുക്ക് ഇതിൽ ഈ ഒരു വാട്ടർമാർക്ക് ഇതിൽ നിന്ന് റിമൂവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കതിൽ അവിടെ ഒരു വാട്ടർമാർക്ക് ഇല്ല. അപ്പം ഇത് ബ്ലാങ്ക് ആയിട്ട് തന്നെയാണ്. നമുക്ക് ആ ഒരു വീഡിയോ മാത്രമേ നമുക്കതിൽ കാണാനായിട്ടുള്ളൂ. അപ്പോൾ വാട്ടർമാർക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്കിതിൽ നിന്ന് പോയി കിട്ടിയിട്ടുണ്ട്. മുഴുവൻ ക്ലിപ്പുകളിൽ നിന്ന് നമുക്ക് ഇതാ ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാം ഒരു ക്ലിപ്പിൽ പോലും നമുക്ക് വാട്ടർമാർക്ക് ഇല്ല. അപ്പം ഇതേപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫുള്ളായിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതേപോലെ ഇൻറ്റു മാർക്ക് ക്ലിക്ക് ഇൻഷോട്ട് എന്നുള്ള ആ ഒരു എന്താ പറയുക നമ്മുടെ ആ ഒരു വാട്ടർമാർക്കിൽ മുകളിൽ വരുന്ന ഇൻറ്റു മാർക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയ്ക്ക് സിമ്പിളാണ്. നിങ്ങളൊരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാവുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളത് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇനി വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് ആഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് ഡൗട്ടാണ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ താഴെ കൊടുക്കാം എൻ്റെ മെയിൽ ID. അതിലേക്ക് മെയിൽ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ഇടുകയും ചെയ്യാം. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ആൻഡ് ടേക്ക് കെയർ.